ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ഐറ്റമാണ്. ബ്രെഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാവുന്ന ഒരു ഐറ്റമാണിത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ബേക്ക് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. നമ്മൾ ബേക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ എയർ ഫ്രയറിലാണ് വെക്കുന്നത് കേട്ടോ. അപ്പം ബ്രെഡ് പിസ്സയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ അത് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് നോക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് അതിന് വേണം. അപ്പോൾ ക്യാപ്സിക്കം, ഓണിയൻ, ക്യാരറ്റ് ഇത്ര നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെറുതാക്കിയിട്ടാണ് നമ്മൾ അരിഞ്ഞെടുത്തിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ബ്രെഡ് പിസ്സയാണ്. അപ്പോൾ നമുക്ക് ബ്രെഡ് ഇതിന് ആവശ്യമുണ്ട്. അതും ബ്രെഡ് നമ്മൾ ചെറിയ ചെറിയ പീസസ് ആയിട്ട് സ്ക്വയർ രീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ പിന്നെ നമ്മളിതിലേക്ക് നമുക്ക് മസാലപ്പൊടികളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് മെയിൻ സാധനം നമ്മൾ ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ചില്ലി ഫ്ലേക്സും അതാണ് നമുക്ക് ഈ ഒരു പിസ്സയിൽ ഏറ്റവും മെയിനായിട്ട് വേണ്ടേ. അപ്പോൾ ചില്ലി ഫ്ലേക്സും ഉണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. അപ്പോൾ ഇനി നമ്മൾ ബട്ടർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ബട്ടറും നമുക്ക് ഇതിനകത്ത് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബ്രെഡ് ഇവിടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് ഈ ബ്രെഡിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ക്യാരറ്റ് ഇട്ടു, നമ്മൾ ക്യാപ്സിക്കം ഇടുവാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു നുള്ള് ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതിപ്പോൾ നമുക്ക് എരിവിനനുസരിച്ചും ഒക്കെ നിങ്ങൾക്ക് വേണ്ടത്രയും, അതൊന്നും അളവില്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ഇടാവുന്നതാണ് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് നമ്മുടെ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളപ്പോൾ ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ സ്നാപ്പിൻ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ്. ചില്ലി ഫ്ലേക്സ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. പിന്നെ കുരുമുളക് നമ്മൾ ഓൾറെഡി ഇട്ടുകൊണ്ട് എരിവൊക്കെ അനുസരിച്ച് നിങ്ങൾ എത്ര വേണം എന്നുള്ളത് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഒരുപാട് എരിവായി കഴിഞ്ഞാൽ അതും പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ഇടുക. ഇനി നമ്മളിതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് സോസിൻ്റെയൊക്കെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് കുറച്ച് കൂടുതലായിട്ട് ഇടാം. അപ്പോൾ അതും നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഇട്ടാൽ മതി. ഇനി ഇത് നമ്മളൊന്ന് മിക്സ് ചെയ്യുവാണ്. എല്ലാം കൂടെ ഒന്ന് ശരിക്കൊന്ന് മിക്സ് ആയിക്കോട്ടെ, അതുവരെ നമ്മളൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ മിക്സ് ചെയ്ത് ഈ ഒരു രീതിയിൽ നമ്മൾ ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിത് ബേക്ക് ചെയ്യാനൊക്കെ വെക്കുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ട്രേ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമ്മളിനി കുറച്ച് ബട്ടർ നമ്മൾ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഏറ്റവും താഴെയായിട്ടും സൈഡിലും ഒക്കെ ആയിട്ട് നമ്മൾ ബട്ടർ തൂത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഈ ട്രേയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഫുള്ളായിട്ടും നമ്മുടെ ബ്രെഡും എല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്തത് മുഴുവനായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുവാണേ. അപ്പോൾ ഇത് നമ്മൾ കുറച്ചിട്ടു. ഇനി അതിന് മുകളിലായിട്ട് നമ്മൾ കുറച്ച് ചീസ് നമ്മളിങ്ങനെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം കുറച്ച് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തു ബ്രെഡിൻ്റെ ആ ഒരു മിക്സ് ചെയ്തത്. അതിന് ശേഷം നമ്മൾ ഇതേപോലെ ചീസ് വെച്ച് കൊടുക്കുക. അതിന് ശേഷം
നമുക്കിനി അതിൻ്റെ മുകളിലേക്ക് ബാക്കി ഇട്ട് കൊടുക്കാവേ. അതിന് മുകളിലും നമ്മൾ നേരത്തെ വെച്ച പോലെ തന്നെ ചീസ് നമ്മൾ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുകളിലായിട്ട് നമ്മൾ കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് സോസ് കൂടെ നമ്മൾ മുകളിലൊന്ന് ആഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് മതി. സോസിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവർ മാത്രം ഇട്ടാൽ മതി കേട്ടോ. ഇതേപോലെ നമ്മൾ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ഇതേപോലെ എയർ ഫ്രയറിലോട്ട് വെക്കാനായിട്ട് പോവുകയാണേ. അപ്പോൾ നമ്മളിത് 150-ലാണ് വെച്ചേക്കുന്നത്. ഒരു 10 മിനിറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കഴിയാറായിട്ടുണ്ട്. അതിന് ശേഷം നമുക്കൊന്ന് പുറത്തെടുത്ത് നോക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ എയർ ഫ്രയറിൽ നിന്ന് വെളിയിൽ എടുത്തു കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ബ്രെഡ് പിസ്സ. അതുപോലെ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ചിക്കൻ്റെ പീസസ് ഒക്കെ വേണമെങ്കിൽ ഇതിലൊക്കെ ആഡ് ചെയ്താലും നന്നായിരിക്കും. അപ്പം ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു റെസിപ്പി. അപ്പം നിങ്ങൾ ബ്രെഡൊക്കെ മേടിക്കുകയാണെങ്കിൽ ഈ രീതിയിൽ ചീസ് മാത്രം ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ ഉണ്ടായിരിക്കണമെന്നില്ല. അപ്പം ചീസും കൂടെ മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ ഉണ്ടാക്കാം. നല്ല ടേസ്റ്റുള്ള സാധനമായിരുന്നു. അപ്പം നമുക്ക് വീണ്ടും പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ബൈ.